എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് LG ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ്റെ PCB ആണ് നോക്കുന്നത്. ഇത് നോ പവർ ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുന്ന ഒരു PCB ആണ്. ഫിസിക്കലായിട്ട് ഇൻസ്പെക്ഷൻ ചെയ്തതിൽ ഇതിൻ്റെ നമ്മുടെ ബാക്ക് സൈഡിൽ ഇതിൻ്റെ പവർ സപ്ലൈ സൈഡിൽ വാക്സ് ഒലിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഈ സ്വിച്ചിങ് IC ഇരിക്കുന്നതിൻ്റെ സൈഡും ഈ കപ്പാസിറ്ററിൻ്റെ സൈഡിലുള്ള വാക്സ് ചൂടായിട്ട് അത് ഉരുകി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് പവർ റിലേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ഇതിനകത്ത് എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ടോ മറ്റു കാര്യങ്ങളോ കാണും. നമുക്ക് ആദ്യം ഇതൊന്ന് പവർ കൊടുത്ത് നോക്കാം. ഇത് സീരിയൽ ബൾബ് കണക്ഷനിൽ ഒന്ന് കൊടുത്ത് നോക്കാം ഇത് എങ്ങനെയാണ് ഓൺ ആവുന്നതെന്ന്. അതിന് വേണ്ടിയിട്ട് പവർ കേബിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പവർ കണക്ഷൻ കൊടുക്കുകയാണ്. ഇവിടെ ഈ രണ്ട് റിലേയുടെ ഈ രണ്ട് കണക്ഷനിലാണ് പവർ കൊടുക്കേണ്ടത്. പവർ കൊടുത്തിട്ട് നമുക്ക് ഈ ഫ്രണ്ടിൽ ഈ സ്വിച്ചിലൊന്ന് പ്രസ് ചെയ്ത് നോക്കാം എന്താണ് റെസ്പോൺസ് എന്ന്. ഞാൻ പവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സീരിയൽ ബൾബിലാണ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ ഞാൻ പവർ ഓൺ ചെയ്യണം. അപ്പോഴത്തേക്കും ആ സീരിയൽ ബൾബ് ഒരു പ്രാവശ്യം കത്തി അങ്ങ് അണയുകയാണ് ചെയ്തത്. പിന്നെ യാതൊരുവിധ അനക്കങ്ങളും ഒന്നും ഇല്ല. ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരനക്കവും ഇല്ല. നമുക്ക് മൾട്ടിമീറ്റർ AC മോഡിൽ ഇട്ടിട്ട് സപ്ലൈ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കിപ്പോൾ 236 വോൾട്ട് ഇവിടെ വരുന്നുണ്ട്. പവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും തന്നെ ഇല്ല. അപ്പം നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്, പവർ ഊരിയിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പവർ റിലേറ്റഡ് ഇഷ്യൂ ആയതുകൊണ്ട് ഈ പവർ സപ്ലൈ സെക്ഷനാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഈ ടോട്ടലി ബോർഡ് ഫുള്ളായിട്ട് അഴിച്ചെടുക്കണമെന്ന് നിർബന്ധമില്ല. ഇതിൻ്റെ ഈ രണ്ട് പാർട്ടാണ്, അതായത് ഫ്രണ്ടും ബാക്കുമായിട്ട് രണ്ട് പാർട്ടായിട്ടിരിക്കുന്നുണ്ട്. ഈ ക്ലിപ്പ് ഈ ലോക്ക് അഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബോർഡ് നമുക്ക് രണ്ട് പാർട്ടാക്കി എടുക്കുക. എന്നതിന് ശേഷം ഇതിൻ്റെ ബാക്ക് സൈഡ് ഫുള്ള് കട്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഏരിയ മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് അവിടെ നമുക്ക് ചെക്ക് കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് നോക്കാം. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്ത് അതിൻ്റെ അടിഭാഗം കട്ട് ചെയ്തിട്ട് വരാം. നമുക്ക് നോക്കേണ്ട സെക്ഷൻ മാത്രം ഞാൻ ഈ ഏരിയ, ഈ പവർ സപ്ലൈയുടെ ഏരിയ മുഴുവനും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് വാക്സ് കോട്ടിംഗ് ആണ്. ഇവിടെ പലയിടത്തും ഇത് പൊട്ടി ഒലിച്ചിട്ടുണ്ട്. എന്താണ് കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പം ചൂടാവുന്ന ഹീറ്റായതുകൊണ്ടായിരിക്കാം ഇതേ കണക്കുള്ള പൊട്ടി ഒലിച്ച് പോകാനുള്ള കാരണം. അപ്പോൾ നമുക്ക് ഈ വാക്സൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഇതിനകത്ത് കപ്പാസിറ്റർ എത്ര വോൾട്ടേജ് ചാർജ് നിൽക്കുന്നുണ്ടോ, പിന്നെ നമ്മുടെ ഡ്രെയിൻ മോട്ടറിലോട്ട് നമ്മുടെ ഈ ചോപ്പറൊക്കെ കറക്റ്റാണോ, ചോപ്പറിൻ്റെ കണക്ഷനൊക്കെ കറക്റ്റാണോ, പിന്നെ സ്വിച്ചിങ് IC കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, ഔട്ട്പുട്ടിൽ എന്തെങ്കിലും ഷോർട്ടിങ് ഉണ്ടോ, ഔട്ട്പുട്ട് കപ്പാസിറ്ററിൽ ഡയോഡിലൊക്കെ ഷോർട്ടിങ് ഉണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം ഈ ഒരു ഇത്രയും സൈഡിലുള്ള വാക്സ് ക്ലീൻ ചെയ്യാം. സ്കോട്ടിംഗ് ഒക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു പരുവത്തിൽ ഇതിനെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ പവർ കൊടുക്കാം. പവർ കൊടുത്തിട്ട് വോൾട്ടേജ് എല്ലാം വരുന്നുണ്ടോ ഇല്ലയെന്ന്. അപ്പോൾ നമ്മൾ നേരത്തെ പവർ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റിലേയുടെ ഈ ഒരു കണക്ഷനിലും ഈ ഒരു റിലേയുടെ ഈ ഒരു കണക്ഷനിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ റിലേ എന്ന് പറയുന്നത് ഈ ഹീറ്ററിന് വേണ്ടിയിട്ട് വരുന്ന റിലേ ആണ്. ഇതാണ് നമ്മുടെ ഫേസ് കോമൺ റിലേ എന്ന് പറയുന്നത്. അതായത് ന്യൂട്രൽ ഫേസ് ലൈൻ ഇവിടെ വന്നിട്ട് ഇതുവഴി ഫേസ് ലൈൻ പോകും. ഈ ഒരു ഫേസ് ലൈൻ ഇതുവഴി പോയിട്ടാണ് ബാക്കി എല്ലാത്തിലും ഡ്രെയിൻ മോട്ടർ ഇൻലെറ്റ് എല്ലാത്തിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് കോമൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് വരുന്നത്. ഈ സ്വിച്ച് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ റിലേ ആക്റ്റീവായിട്ട് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ഇനി കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു കണക്ഷൻ കൊടുക്കുക. ഇവിടെ അല്ല കൊടുക്കേണ്ടത്, ഇവിടെ കൊടുക്കുക, കോമണിൽ കൊടുക്കുക. അപ്പോഴത്തേക്കും നമുക്ക് ഈ സ്വിച്ചിൻ്റെ ആവശ്യം വേണ്ടി വരുന്നില്ല. ഈ സ്വിച്ചില്ലാതെ തന്നെ ഡയറക്റ്റ് സപ്ലൈ ഇതിനകത്തോട്ട് വന്നോളും. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഷോർട്ടിങ് ഉണ്ടോ എന്ന് ആണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. ഷോർട്ടിങ് ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം ഷോർട്ടിങ് ചെക്ക് ചെയ്തിട്ട് നമുക്ക് സപ്ലൈ എല്ലാം ചെക്ക് ചെയ്യാം. സപ്ലൈ കൊടുത്തിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ മൾട്ടിമീറ്റർ ബീപ്പ് മോഡിലോട്ട് മാറ്റുക.
അത് പ്രൈമറി സൈഡ് സെക്കൻഡറി സൈഡിലെ ഡയോഡുകൾ ചെക്ക് ചെയ്യാം. ഇവിടുത്തെ ഡയോഡ് ഓക്കെയാണ്, ഈ ഡയോഡ് ഓക്കെയാണ്. ഓക്കെ, ഈ ഡയോഡും ഓക്കെയാണ്. ഇനി വരുന്നത് പ്രൈമറി സൈഡിലുള്ള 2 ഡയോഡുകളാണ്. ഒന്ന് ബൂസ്റ്റപ്പും ഒന്ന് പ്രൈമറി ഈ ഒരു സ്വിച്ചിങ് ഐസിയിലോട്ട് വരുന്ന VCC സപ്ലൈ. ഓക്കെ, ഈ ഒരു ഡയോഡും ഓക്കെയാണ്. ഇത് ബൂസ്റ്റപ്പിന് വേണ്ടിയിട്ട് വരുന്നത്, അതും ഓക്കെയാണ്. അപ്പോൾ എല്ലാ ഡയോഡുകളും ഓക്കെയാണ്. ഇനി ചെക്ക് ചെയ്യേണ്ടത് ഇത് നെഗറ്റീവ് സൈഡാണിത്, ഇത് പോസിറ്റീവ് സൈഡ്. ആ കപ്പാസിറ്ററിൻ്റെ ഡിസ്ചാർജിങ്ങിനുള്ള ബീപ്പാണ് നമ്മൾ ഇനി കേട്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പവർ സപ്ലൈയിൽ ഷോർട്ടിംഗ് ആയിട്ട് യാതൊന്നും തന്നെ ഇല്ല. അപ്പോൾ അടുത്ത ചെക്ക് ചെയ്യേണ്ടത് പവർ കൊടുത്തിട്ട് പവറെല്ലാം വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. മൾട്ടിമീറ്റർ DC വോൾട്ടേജ് മോഡിലിട്ടിട്ടുണ്ട്. ഇനിയുണ്ട് ഈ കപ്പാസിറ്ററിൽ എത്ര വോൾട്ടേജ് വരുന്നുണ്ട്. ഇവിടെ 322 വോൾട്ടേജ് വരുന്നുണ്ട്. ഇത് ചോപ്പറിൻ്റെ ഇവിടെയാണ് തുടക്കം 322 വോൾട്ട് വരുന്നത്. ഓക്കെ, ഓക്കെ, ഇതാണ് നെഗറ്റീവ് സൈഡ്. ഇവിടെ 322 വോൾട്ടേജ് വരുന്നുണ്ട്. ഇനി ഈ സ്വിച്ചിങ് ICയുടെ ഡ്രെയിൻ എന്ന് പറയുന്നത് ഈ രണ്ട് ലെഗാണ് ഡ്രെയിനായിട്ട് വരുന്നത്. ആ ഡ്രെയിനിൽ എത്ര വോൾട്ടേജ് വരുന്നുണ്ട്? 13 വോൾട്ട്. ഇതിലും 13 വോൾട്ട്, ഇതിലും 13 വോൾട്ട്. അതായത് 320 വോൾട്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് സ്വിച്ചിങ് ഐസിയിലോട്ട് ഈ ചോപ്പർ വഴി കയറി ഇറങ്ങി എത്തുന്നില്ല. അതിനർത്ഥം നമ്മുടെ ഈ ചോപ്പറാണ് ഡാമേജ് ആയിട്ട് വന്നിരിക്കുന്നത്. ചോപ്പറിൻ്റെ പ്രൈമറി സൈഡ് ഡാമേജാണ്, പ്രൈമറി സ്വിച്ചിങ് സൈഡ് ഡാമേജാണ്. പവർ സപ്ലൈ ഊരിയിട്ടുണ്ട്, അത് ഡിസ്ചാർജ് ചെയ്യണം. ഓക്കെ, ആ കപ്പാസിറ്ററിൽ നിന്ന് ചാർജ് മുഴുവനും ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ബീപ്പ് മോഡിലിട്ടിട്ട് ചെക്ക് ചെയ്യാം. ചോപ്പറാണ് ചെക്ക് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഓംസ് കാണിക്കണം, അതായത് 2 ഓംസിനകത്ത് ഇവിടെ കാണിക്കണം, പക്ഷെ ഒന്നും കാണിക്കുന്നില്ല. ഇത് പ്രൈമറി സൈഡിലോട്ടുള്ള VCC കൊടുക്കുന്നതാണ്. അത് ഓക്കെ, കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സെക്കൻഡറി സൈഡെല്ലാം ഓക്കെയാണ്. ഇപ്പോൾ ഇവിടെ ഈ ഒരു കണക്ഷൻ ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ്. അതായത് സ്വിച്ചിങ് സൈഡിൽ 320 വോൾട്ടിൻ്റെ സ്വിച്ചിങ് സൈഡിൽ കണക്ഷൻ ഓപ്പൺ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ചോപ്പർ ഇതിനകത്തുനിന്ന് അഴിച്ചെടുക്കണം. അപ്പോൾ ഈ ബോർഡിനകത്തുനിന്ന് ഈ ചോപ്പർ അഴിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ചോപ്പർ ഞാൻ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതായിരുന്നു ഇതിനകത്ത് പോയിരുന്ന ചോപ്പർ. അപ്പോൾ നമുക്ക് ഈ 2 കണക്ഷൻ, അതായത് ഈ 2 കണക്ഷനാണ് ഇതിൽ ഇല്ലാത്തത്. അപ്പോൾ ഈ ചോപ്പർ അഴിച്ച് ഇത് റീവൈൻഡിങ് ചെയ്യാൻ പോവുകയാണ്. ഇച്ചിരി ടൈം എടുക്കുന്ന ഒരു വർക്കാണിത്. അപ്പോൾ ഞാനിത് റീവൈൻഡ് ചെയ്തിട്ട് കൊണ്ടുവരാം. റീവൈൻഡ് ചെയ്ത് കൊണ്ടുവന്ന് നമുക്കിതൊന്ന് ഇതിനകത്ത് സെറ്റ് ചെയ്ത് നോക്കാം. ചോപ്പറിൻ്റെ റീവൈൻഡിങ് വീഡിയോ ഞാൻ സെപ്പറേറ്റ് പ്രത്യേകം ഇടുന്നതാണ്. പക്ഷേ ഈ വീഡിയോയുടെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തായി പോകും. അതുകൊണ്ടിട്ട് ചോപ്പറിൻ്റെ എങ്ങനെയാണ് വൈൻഡ് ചെയ്യുന്നതിനുള്ളൊരു വീഡിയോ നമുക്ക് പിന്നീട് വരും. അപ്പോൾ ഞാനിത് വൈൻഡ് ചെയ്ത് എടുത്തിട്ട് വരാം. ഓക്കെ, ഇവിടെ ചോപ്പർ ഞാൻ റീവൈൻഡിങ് ചെയ്തിട്ടുണ്ട്. ഇത് ഫുൾ ഇളക്കി വൈൻഡ് ചെയ്യേണ്ടി വന്നില്ല. 3 സ്റ്റെപ്പ് ഇളക്കിയപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു പ്രോബ്ലം അതെത്തിയിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോൾ ഇവിടെ ഈ പ്രൈമറി വരുന്നത് 2 വൈൻഡിങ്ങാണ്. 1 2 1 2 ഇങ്ങനെ 2 വൈൻഡിങ്ങാണ് വരുന്നത്. ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വരും, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങോട്ട് പോകും.
അപ്പോൾ നമ്മൾ അഴിച്ചു വരുമ്പോഴത്തേക്കും ഇതായിരിക്കും മൂന്നാമത്തെ സ്റ്റെപ്പ് ഈ ഒരു ചോപ്പറിൽ. അപ്പോൾ ഈ ഒരു മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഈ ഒരു കണക്ഷൻ ഇവിടെ നിന്ന് ഇതിനകത്തുനിന്ന് ഇവിടെ നിന്ന് ദ്രവിച്ച് വിട്ടുപോയതായിരുന്നു ഈ ഒരു ചോപ്പറിൻ്റെ പ്രശ്നം. അപ്പോൾ അത് റീകണക്ട് ചെയ്ത് പഴയത് കണക്ക് തന്നെ എല്ലാം തിരിച്ച് വൈൻഡ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ ബോർഡിൽ കണക്ഷൻ കൊടുത്തിട്ട് നമുക്കൊന്ന് പവർ ഓൺ ചെയ്ത് സപ്ലൈ എല്ലാം വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഈ ചോപ്പർ വെക്കാനുള്ള ഈ ഒരു സൈഡ് ക്ലീൻ ചെയ്തിട്ടുണ്ട്, അത് കണക്ക് തന്നെ ഈ ഒരു സൈഡിലും ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചോപ്പർ ഇതിനകത്തിട്ട് സെറ്റ് ചെയ്യാം. ഇനി മൾട്ടിമീറ്റർ ബീപ്പ് മോഡിലിട്ടിട്ട് ആ ഒരു കണ്ടിന്യൂറ്റി മോഡ് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ അത് കണ്ടിന്യൂറ്റി മോഡിലാണ് കിടക്കുന്നത്. 1.0 ഓംസ് കാണിക്കുന്നുണ്ട്. നമുക്ക് എന്നാ ഡിസ്പ്ലേ ബോർഡ് കണക്ഷൻ കൊടുക്കാത്തതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് കൊടുത്ത് നമ്മൾ ഓൺ ചെയ്ത് നോക്കാം. പവർ കൊടുക്കുകയാണ്. പവർ കൊടുത്ത് ബൾബ് നല്ല രീതിയിൽ കത്തിയിട്ടുണ്ട്. റിലേ അടിച്ചതിൻ്റെ ഒരു ഇതും കേട്ടിട്ടുണ്ട്. ഇനി ഔട്ട്പുട്ട് വോൾട്ടേജ് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് നോക്കാം, എല്ലാം പ്രോപ്പറാണോ എന്ന്. ഇവിടെ 16 വോൾട്ട് വരുന്നുണ്ട്, ഇവിടെ 12 വോൾട്ട് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 13 വോൾട്ട് വരുന്നുണ്ട്. ഇത് VCC ആണ്, അതായത് സ്വിച്ചിങ് ICയുടെ VCC വരുന്നുണ്ട്. അപ്പോൾ വോൾട്ടേജ് എല്ലാം കൃത്യമായിട്ട് വരുന്നുണ്ട്. നമുക്കിനി ഇതിൽ ഡിസ്പ്ലേ ബോർഡ് കണക്ഷൻ കൊടുത്ത് നോക്കാം. ഡിസ്പ്ലേ ബോർഡ് കണക്ഷൻ കൊടുക്കുമ്പോഴത്തേക്കും ഈ റിലേ മാറ്റി ഇവിടെ കൊടുക്കണം. ഇത് പവർ ഓൺ ഓഫിൻ്റെ കണക്ഷൻ, പിന്നെ ഇത് ഡിസ്പ്ലേ കണക്ഷൻ. ഓക്കെ, ഇനി ഇത് നമുക്ക് ഒന്ന് പവർ കൊടുക്കാം. അങ്ങനെ പവർ കൊടുത്തിട്ടുണ്ട്. ഇനി പവർ ബട്ടൺ ഓൺ ചെയ്യാം. ഇപ്പോൾ പവർ ബട്ടൺ ഓൺ ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ബൾബ് കത്തിയിട്ട് അണഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ പ്രസ് ചെയ്യുമ്പോഴായിട്ട് നമുക്ക് പ്രഷർ സെൻസറിൻ്റെ എറർ വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ വേണ്ട LED കത്തി, ഇത് ഫുള്ള് വർക്കിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ചോപ്പറിൻ്റെതായിരുന്നു കംപ്ലൈൻറ്റ്. ഇപ്പോൾ വരുന്ന LGയുടെ വർക്കിലെല്ലാം കൂടുതലും ഈ ചോപ്പർ ഇഷ്യൂ ആയിട്ടാണ് തന്നെയാണ് വരുന്നത്. പവർ സപ്ലൈ റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലൈൻറ്റ് തന്നെയാണ് കൂടുതലും വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഒരുപാട് വീഡിയോസിലും ഇത് കൂടുതലായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വന്നു കഴിഞ്ഞാലും ചെയ്യും ആ വീഡിയോ. ഇത് കണക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. കാര്യം ഓരോ കേസും വ്യത്യസ്തമായിട്ടാണ് വരുന്നത്, അതുകൊണ്ടിട്ടാണ്. ഇപ്പോൾ ചോപ്പറിൽ തന്നെ കഴിഞ്ഞൊരു നമ്മൾ സ്വിച്ചിങ് ICയുടെ VCC വോൾട്ടേജ് ഡ്രോപ്പ് ആയിട്ട് ഒരെണ്ണം ഓണായിട്ട് ഓഫായി പോകുന്ന ഒരു കംപ്ലൈൻറ്റ് വന്നു. അതും ചോപ്പർ തന്നെയായിരുന്നു കംപ്ലൈൻറ്റ്. ഇപ്പോൾ ഇതിൻ്റെയും ചോപ്പർ തന്നെയായിരുന്നു കംപ്ലൈൻറ്റ്.
അപ്പോൾ നമ്മുടെ ഈ ഒരു വർക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് കസ്റ്റമറിന് തിരിച്ചു കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.